നടത്തി. ചോദിച്ചത് പുസ്തകത്തിന്റെ ടൈറ്റിൽ എന്താണ്? എന്നോട് പറഞ്ഞു മധ്യാഹ്നത്തിലെ റാങ്ക് എന്നാണ് അതിന്റെ ടൈറ്റിൽ. ഞാൻ അല്പനേരം അതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്തായിരിക്കും ഈ ടൈറ്റിൽ സന്തോഷ് ഇടാനുള്ള, അല്ലെങ്കിൽ ഈ ടൈറ്റിൽ തിരഞ്ഞെടുക്കാനുള്ള കാര്യം? മധ്യാഹ്നത്തിൽ ഒരു റാന്തൽ, നമ്മുടെ ഈ സമൂഹത്ത് മധ്യാഹ്നത്തിൽ ഒരു റാന്തൽ വേണം എന്നതിൽ തോന്നണമെങ്കിൽ ഇത്രയും ആക്ച്വലി അതിന്റെ മീനിങ് മധ്യാഹ്നം എന്ന് പറയുമ്പോൾ വിറ്റെറിയുന്ന ഒരു നിമിഷമാണത്, ഒരു സന്ദർഭമാണ്. സൂര്യൻ കത്തി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു റാന്തൽ നമ്മുടെ സമൂഹത്തിന് കത്തിക്കണം, അല്ലെങ്കിൽ റാന്തലിന്റെ വെളിച്ചം വേണം എന്നതിൽ തോന്നണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ എന്ത് വെളിച്ചമുണ്ടായിട്ടും എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ് നമ്മൾ. കേരളം നമ്പർ 1 ആണ്, ഇന്ത്യ നമ്പർ 1 ആണ്, ഇന്ത്യ കുതിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു റാന്തലിന്റെ ആവശ്യം വരുന്നു എന്ന് പറയുന്നതാണ് ഈ ബുക്കിന്റെ പ്രസക്തി. അതാണ് ആ ടൈറ്റിലിന്റെ പ്രത്യേകത. അതാണ് മധ്യാഹ്നത്തിൽ ഒരു റാന്തൽ കത്തിക്കേണ്ട ഒരവസ്ഥയിൽ നമ്മുടെ സൊസൈറ്റി എത്തിച്ചേർന്നു എന്നുള്ളതാണ്. വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ പറഞ്ഞത് വളരെ ശരിയാണ്. അറിയാത്ത ഒരുപാട് മേഖലകളെ കുറിച്ച് സന്തോഷ് പ്രതിപാദിച്ചു എന്നുള്ളതാണ്. ഈ പുസ്തകം ഞാൻ ആദ്യമേ പറയുന്നു, ഓരോ ഇന്ത്യക്കാരനും, പ്രത്യേകിച്ച് ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഈ കൊച്ചി നഗരത്തിൽ ഞാൻ വന്നിട്ട് 45 വർഷം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് റിംഗ് റോഡ്. പത്രങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു വാക്കാണ്. സത്യത്തിൽ എനിക്കതിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ച് ഒരു പിടിയില്ല. അതെന്താണ്, എവിടെ തൊട്ട് എവിടെ വരെയാണ് അതിൻ്റെ. പക്ഷേ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഈ റിംഗ് റോഡ് ഇത്രമാത്രം പ്രസക്തിയുള്ള ഒരു കാര്യമാണ് കൊച്ചി നഗരവാസികൾക്ക് എനിക്ക് മനസ്സിലായി. ഈ റിംഗ് റോഡ് വന്നു കഴിഞ്ഞാൽ മാത്രം ഈ കൊച്ചി നഗരത്തിലെ താഴെയിടയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ അറിയുന്നത് ഈ പുസ്തകം വായിക്കുമ്പോഴാണ്. കണ്ണു തുറപ്പിക്കുന്ന ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ മേഖലയിലും, നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ, എല്ലാ മേഖലകളിലും തൊട്ട് പോയിരിക്കുന്ന, സാമ്പത്തികം പോയിരിക്കുന്ന ഒരു പുസ്തകമാണ്. എല്ലാ മേഖലകളും സ്പർശിക്കാത്ത മേഖലകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സ്പർശിച്ച് കൊച്ചി നഗരത്തിലുള്ള, പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള, മഹാരാജ്യത്തുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഇത് ഇംഗ്ലീഷിൽ പരിഭാഷ ചെയ്യുന്നത്, ഇതിൻ്റെ കണ്ടന്റ് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മളൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ന്യായശല്യമാണ്, ഇവിടുത്തെ വാക്സിനേഷൻ പ്രശ്നമാണ്. അത് ഉൾപ്പെടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. അത് സ്വന്തം അനുഭവം, അദ്ദേഹത്തിന്റെ വീട്ടിലെ അനുഭവങ്ങൾ പോലും ആ വാക്സിനേഷനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോഴാണ് എത്രമാത്രം അദ്ദേഹം ജീവിതത്തെ അടുത്ത് കണ്ടു, ഇത്രമാത്രം മനുഷ്യരുടെ ജീവിതത്തെ അടുത്ത് കണ്ടു, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തു, അത് മനസ്സിലാക്കി, അത് ലേഖനത്തിലൂടെ ഒരു സാഹിത്യ ഭാഷയിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നതാണ് സന്തോഷം കരുതിയ. പ്രതിപാദിക്കാത്ത ഒരു ഇതില്ല കേട്ടോ. അത് എനിക്ക് അദ്ദേഹം വെറുതെ ഹിൽ പാലസ് കാണാൻ പോയതാണ്. എനിക്ക് അത് ഒറ്റ രസം നിങ്ങൾ വിശ്വസിക്കില്ല. സാധാരണഗതിയിൽ ഞാനൊരു സാഹിത്യ രചന വായിക്കാൻ തുടങ്ങിയാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റി വയ്ക്കും. കാരണം അത് പിന്നെ വായിച്ചാൽ മതിയല്ലോ. ഇത് തുടങ്ങിയിട്ട് ഞാൻ നിർത്തിയത് ഏകദേശം അവസാനിക്കാറായിരുന്നു. കാരണം ഓരോ ചാപ്റ്ററും വായിക്കാനുള്ള ഒരു വ്യഗ്രത എനിക്ക്. ഇതേ വെറുതെ ഹിൽ പാലസിൽ പോയതാണ്. ഹിൽ പാലസിൽ ഒരു ബോർഡ് കണ്ടു. ഞാനൊരു ചെറിയ തലത്തിൽ മുഴുവൻ പറയുന്നില്ല, വായിക്കേണ്ടതാണ് കേട്ടോ, നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിൽ എഴുതിയിരിക്കുന്നു, ബോൾഗാട്ടി പാലസ് നിൽക്കുന്നത് രാമതുർക്കിലാണ്. ശരിയല്ലോ? അതെന്നെ രണ്ടിൽപ്പെട്ടത്. ബോൾഗാട്ടി പാലസ്, കൊച്ചിക്കാരോട് ബോൾഗാട്ടി പാലസിലെ ചരിത്രകാരന്മാർ പതിവാണ് അത് നിൽക്കുന്നത് രാമതുർക്കിലാണ്. കാരണം അസത്യമാണ്. ബോൾഗാട്ടി പാലസ് രാമതുർക്കിലല്ല. അദ്ദേഹം റിസർച്ച് നടത്തി, അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി. അദ്ദേഹം വിട്ടില്ല. ഹിൽ പാലസിന് ലെറ്റർ അയച്ചു, ഇമെയിൽ അയച്ചു. നിങ്ങൾ
എത്രയോ വിദ്യാർത്ഥികൾ ഹിൽ പാലസ് എന്താണ്? ഹിൽ പാലസ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വിദ്യാർത്ഥികൾ വരുന്നത് അവിടെ പഠിക്കാനും ഒക്കെ ആയിട്ട്. ആ വിദ്യാർത്ഥി ആ ബോർഡ് കണ്ടാൽ എന്താ വിചാരിക്കുക? ബോൾഗാട്ടി പാലസ് രാമൻകുട്ടിലാണല്ലേ വിചാരിക്കുക. അദ്ദേഹത്തിനൊരു വലിയ വേദന ഉണ്ടാക്കി. അദ്ദേഹം എഴുതി, റിപ്ലൈ കിട്ടുന്നവരെ എഴുതി. രണ്ടാമത് അത് ശരിയായോ നോക്കാൻ വേണ്ടി പോയി. അപ്പോഴും ശരിയാക്കി. അപ്പോഴും ബോൾഗാട്ടി പാലസ് രാമൻകുട്ടിലാണ്. വീട്ടില്ല. സന്തോഷം ശരിയായോ അവസാനം? ഇല്ല. കണ്ടോ, ഇതാണ് നമ്മുടെ മറുപടി. വന്നു മറുപടി തന്ന ശേഷവും ഇതുവരെ ഇങ്ങനെ കിടക്കുവാണത്. അങ്ങനെ ഒട്ട